അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ ആരിഫീങ്ങളിൽ അവരെ മനസ്സിലാക്കണമെന്നും അവരെ അനുകരിക്കണമെന്നും അവരെ പിൻപറ്റണമെന്നും അവരുടെ മാർഗം അവലംബിക്കണമെന്നും അതാണ് ശരി എന്നും സൂറ ഫാത്തിഹ വരെ പഠിപ്പിക്കുമ്പോൾ തെറ്റെവിടെയാണത്? ഫാത്തിഹയിൽ പറഞ്ഞ അതല്ലേ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിന്റെ ഹിദായത്ത് ചെയ്യണം. അത് പറഞ്ഞപ്പോ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനെ മതിയാക്കിയില്ല. കാരണം എന്താ? ഈ പണ്ടാര പഹയുടെ നിർവ്യാഖ്യാൻ ചെയ്യല്ലോ. മുസ്തഖീമായ വഴി ഞങ്ങൾ പറയുന്നതാണെന്നല്ലേ പറയരുത്. അപ്പൊ അന്ന് തന്നെ പറഞ്ഞോടെ വ്യാഖ്യാനിച്ചതാണ്. ഈ ഹമക്കികള് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതിനെ ദുർവ്യാഖ്യാനം ചെയ്യും. തീർച്ചയാണ് ഇപ്പൊ ചെയ്യുന്നുണ്ടല്ലോ. റസൂലിനെ പറ്റി തന്നെ ഒരു സാധാരണ മനുഷ്യൻ എന്ന് വിശ്വസിപ്പിക്കല്ലേ ഈ എന്തുകൊണ്ട് ചെയ്യുന്നത്? അമ്പിയാ മുർസലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരെ പറ്റിയൊക്കെ തന്നെ അവർ സാധാരണ മനുഷ്യൻ എന്ന് വിശ്വസിപ്പിക്കല്ലേ ചെയ്യുന്നത്? അപ്പൊ ഇസ്ലാമിന്റെ അടിത്തറ പിന്നെ അവിടെ ബാക്കിയുണ്ടാവും. ഇസ്ലാമിന്റെ അടിത്തറയും അസ്ഥിവാരവും തന്നെ അവർ മഹാത്മാക്കളാണ്, മഹത്തുക്കളാണ്, മെഹബൂബീങ്ങളാണ്, മുഖറബീങ്ങളാണ് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇസ്ലാം നിലകൊള്ളുന്നത്. പിന്നെ സാധാരണ മനുഷ്യനായിട്ട് വിശ്വസിപ്പിച്ചാൽ അതിന്റെ കഥ എന്താവും? അവർ ചെയ്യുന്നതന്നെ നല്ല നോട്ട് ചെയ്തു. പിന്നെ സാധാരണ മനുഷ്യനെ പഠിപ്പിച്ചതിന്റെ ഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുമുണ്ട്. ഒരു ഹമക്ക് റസൂലിന്റെ കാലത്ത് റസൂലിന്റെ ഹദറത്തിൽ വന്നു. റസൂൽ ഒരു സ്വത്തിങ്ങനെ ഭാഗിച്ച് ഉയൈനത്ത് ബിൻ ഹിസൻ ഇങ്ങനെ കുറെ ആളുകൾക്ക് കൊടുത്തു. അപ്പോ ആ ഹമക്ക് എഴുതിയിട്ട് പറഞ്ഞു, യദിൽ യാ മുഹമ്മദ്, രീതിയിൽ ബുഖാരിന്റെ ഹദീസ് ആണ്, കിതാബുൽ ലോക്കത്ത്. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബിന് ദേഷ്യം വന്ന് അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞ റസൂല് പിന്തിരിഞ്ഞു പോകുമ്പോ ഇവന്റെ ഉള്ളിൽ നിന്നിട്ട് കുറെ ജനങ്ങൾ വരും. അവർ ബജ്ജ നിസ്കാരക്കാരും നോമ്പുകാരൊക്കെ ആയിരിക്കും, ഖുർആൻ ഓതു തന്നെയായിരിക്കും പണി. പക്ഷേ യംറൂന ദീനിന്റെ പുറത്ത് എന്ന് പറഞ്ഞു. കാരണം എന്തായി? കാരണം വിശ്വാസത്തിലുള്ള തെറ്റ്. യദിൽ യാ മുഹമ്മദ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചുള്ള വിശ്വാസം എന്താണ്? നീതിയും അനീതിയും വരാവുന്ന ആളാണ് എന്ന്. ആലോചിച്ച് നോക്കൂ. നീതിയും അനീതിയും വരാവുന്ന ആളാണ് എന്നല്ലേ അയാളുടെ വിശ്വാസം? അതായത് സാധാരണ മനുഷ്യനാണ് എന്നല്ലേ? ഈ സാധാരണ മനുഷ്യൻ എന്നത് അബൂജാഹിൽ പണ്ട് പറഞ്ഞതല്ലേ? ആ സൂറത്ത് യാസീൻ എടുത്ത് നോക്കുക. അതിന്റെ തലക്കൽ തന്നെ മുർസലീകളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അവിടെയും മുഫാരികൾ പറഞ്ഞത് വെറും മനുഷ്യൻ ആണ് എന്ന് മുർസലീകൾ ചോദ്യം കണ്ടില്ലേ? ആലോചിച്ച് നോക്കൂ. പിന്നെ ആയത്തുൽ അംർ പറയാൻ ഉള്ളത് ഇന്നമാ അന ബശറും മിസ്ലുക്കും എന്ന് പറഞ്ഞത്. ബശർ എന്നുള്ളതിന്റെ അർത്ഥം അറിഞ്ഞൂടെങ്കിൽ പിന്നെ ആരോട് അറിവുള്ളവരോട് ചോദിച്ചു പഠിക്കലല്ലേ എന്നത്? അർത്ഥായിട്ട് പറഞ്ഞുകൊണ്ടല്ലോ എന്നത് ചോദിച്ചു പഠിക്കാം. അറിവുള്ളവരോട് ചോദിച്ചിട്ട് പഠിക്കാം. അവനെന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല ബശർ എന്ന് പറയാൻ കാരണം? ബശർ എന്ന് പറഞ്ഞാൽ ഈ പുറമുള്ള രൂപം, ആ രൂപത്തിനെ ബശർ എന്ന് പറയും. മൃഗങ്ങളാണെങ്കിൽ അവർക്ക് രോമുണ്ടാവും പുറത്ത്, തൂര് വെളിച്ചത്ത് വരുന്ന രൂപം. അതായത് ബാഹ്യരൂപത്തിൽ മനുഷ്യൻ നിങ്ങളെപ്പോലത്തെ ആളാണ് എന്നുള്ള അർത്ഥം. അതിനെ ബാഹ്യരൂപത്തിൽ വ്യത്യാസമില്ല. മനുഷ്യന്റെ ബാഹ്യരൂപം ആ രൂപത്തിൽ ഞാനും നിങ്ങളും ഒരേ രൂപത്തിൽ നിൽക്കും. നിങ്ങൾക്ക് ആ ബാഹ്യരൂപമേ കാണാൻ കഴിയുള്ളൂ. പറഞ്ഞുകൊണ്ട് യൂഹ എന്ന് പിന്നീട് പറഞ്ഞേ കണ്ടില്ലേ? അല്ലാഹ് നമുക്ക് ആലോചിച്ച് നോക്കൂ. അതൊക്കെ തനി തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് കണ്ടോ? ഈ നിലക്ക് പരിശുദ്ധാത്മാക്കൾ അവർ വഴിക്ക് അവരുടെ മഹത്വം ഈ ലോകത്തിൽ സ്ഥാപിച്ചുകൊണ്ട്
അവരുടെ ദുആയും അവരെ ആശകളും ആഗ്രഹങ്ങളും നിവൃത്തിയാക്കിയും കൊണ്ട് മറ്റുള്ള ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കണം. മറ്റുള്ള ജനങ്ങൾ അതേ വഴിക്ക് പ്രവേശിക്കുന്നതായാൽ അവർക്കും ഗതി തന്നെയാണെന്നോ അറിവ് നൽകുന്നു. ആ നിലക്കാണ് ഇസ്ലാമിനെ അവിടെ നിർത്തുന്നത്. അതിനെ സന്നിഗ്ധമായത്തിന്റെ അധികാരം വിശ്വസിക്കുന്നത് തന്നെ അള്ളാന്റെ ഔലിയാക്കളുണ്ട്, ആരിഫീങ്ങളുണ്ട്, മഹാന്മാരുണ്ട്, മഹത്തുക്കളുണ്ട്. ആ മഹത്തുക്കളെ അവരെ ആഗ്രഹം അള്ളാഹു പൂർത്തിയാക്കും. അവരുടെ മഖ്ബൂലാകും. അള്ളാഹു തട്ടിക്കളയില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മനോദുഃഖം ഒരിക്കലും അനുവദിക്കില്ല അവർക്ക് എന്ന് ഖുർആൻ നേരിട്ട് പറഞ്ഞു കണ്ടില്ലേ? അവർക്ക് ലാ ഹും യഹ്സനൂൻ എന്ന് പറഞ്ഞു കണ്ടില്ലേ? മനോദുഃഖം അനുവദിക്കില്ല. അത് തന്നെ ആ നിലക്കുള്ള മഹാന്മാർ ഖിയാമം വരെ ഈ സമുദായത്തിലുണ്ടാകും. എന്തുകൊണ്ട് ഉണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് മുമ്പാകെ സമർപ്പിച്ച കാര്യങ്ങൾ, ആ കാര്യം ഖിയാമം വരെ നിലനിൽക്കണം. അവിടെ ദീൻ നിലനിൽക്കൂ. ഏതെങ്കിലും ഒരു കാലത്ത് അതിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ആ നഷ്ടപ്പെട്ടതിനെ പുനരുദ്ധരിക്കാൻ വേണ്ടി വേറെ നബി വരേണ്ടി വരും. അപ്പൊ റസൂല് ഹാത്തിബ് നബീനാവൂല. റസൂല് കൊണ്ടുവന്നത് എന്തൊക്കെയാ? റസൂൽ കൊണ്ടുവന്നത് പരിശുദ്ധ ഖുർആൻ, അതിന്റെ കിതാബിനെ തൈലീമാക്കൽ, അതിന്റെ അർത്ഥവും ഉദ്ദേശവും വ്യാഖ്യാനങ്ങളും പറഞ്ഞ് റസൂൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. റസൂൽ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന്, അതിന്റെ സന്ദർഭത്തിൽ അത് ഉപയോഗിക്കാൻ ഉള്ള അവസരം നോക്കണം എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. മൗദൂഇ മൗദൂഇഹി, അതാണ് യഥാർത്ഥ ഹിക്മത്ത്. ആ കാര്യങ്ങളെല്ലാം തന്നെ റിക്കാർഡും രേഖയും ആക്കി വെച്ചിട്ടുണ്ട്. ആര്? അയിമത്ത് മുഹദ്ദിസീങ്ങൾ ശരിക്കും റസൂലിൽ നിന്നിട്ട് ഉള്ള കാര്യങ്ങൾ റിവായത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും മഹാന്മാരായ അഷ്റഫുൽ ഖൽഖിന്റെ മഹാന്മാരായ സഹാബത്ത്, ആ സഹാബത്തിന്റെ നടപടിക്രമങ്ങൾ അത് ഈ ശരിക്കും രേഖപ്പെടുത്തിയിട്ടുള്ളത്, അത് റിക്കാർഡ് ചെയ്തിട്ടുള്ളത് മഹാന്മാരായ മദ്ഹബിന്റെ മഹാന്മാരായ അയിമത്ത് ഇമാമുകളാണ്. അവർ റിക്കാർഡ് മുഴുവൻ അതാണ്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലത്ത് ഇസ്ലാമിക സാമ്രാജ്യത്തിൽ നടപ്പിൽ ഉണ്ടായിരുന്ന ഇസ്ലാം, ആ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, അതിന്റെ നടപ്പിൽ വരുത്തിയിട്ടുള്ള സമ്പ്രദായങ്ങൾ, ആ സമ്പ്രദായങ്ങൾ ആലോചിച്ചുകൊണ്ടിട്ട് അതാണ് അവർ റിക്കാർഡാക്കിയത്. അതിന്റെ പുറമെ മൂന്നാമത്തെ കാര്യം, റസൂൽ ഈ ലോകത്തിന് സമർപ്പിച്ച മൂന്നാമത്തെ കാര്യം യുസക്കീഹിം എന്നത്. ആലോചിച്ചു, യുസക്കീഹിം, ജനങ്ങളെ സംസ്കരിക്കുന്ന പ്രവൃത്തി, ജനങ്ങളെ ശുദ്ധീകരിക്കാണ്ട് കഴിയോ? ജനങ്ങളുടെ എന്തെല്ലാം സ്വഭാവദോഷങ്ങളുണ്ട്, മനുഷ്യരുടെ എന്തെല്ലാം സ്വഭാവദോഷങ്ങളുണ്ട്. ആ സ്വഭാവദോഷങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിച്ചെടുക്കണ്ടേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. അത് ഖിയാം വരെ ആ പ്രവൃത്തി ചെയ്യുന്ന മഹത്തുക്കൾ, ആ മഹത്തുക്കൾ ശരിക്കും ഈ സമുദായത്തിൽ ഇല്ലെങ്കിൽ ആ കാര്യം നഷ്ടപ്പെട്ടു പോലെ. മനുഷ്യനെ ശരിക്കും അവന്റെ ആത്മീയമായ നിലപാട് മനസ്സിലാക്കി ആത്മീയമായ ദൂഷ്യങ്ങൾ, ആ ദൂഷ്യങ്ങൾ ശരിക്കും കണ്ടറിഞ്ഞുകൊണ്ട് അതിനെ പരിഹരിക്കണം. അത് പരിഹരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾ ഖിയാം വരെ ഇല്ലെങ്കിൽ ആ ഭാഗം നഷ്ടപ്പെട്ടില്ലേ? ആലോചിച്ച് നോക്കൂ. യുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നത്, ജനങ്ങളെ സംസ്കരിക്കുന്നത്, ശുദ്ധീകരിക്കുന്നത്, ആത്മീയമായ മാലിന്യങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് അവരെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർക്കുന്നു ജോലി. ആ നിലയ്ക്ക് മഹാന്മാരായ സഹാബത്തിനെ പരിശുദ്ധാത്മാക്കൾ ആക്കി തീർത്തിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആക്കി തീർക്കും എന്നത് പഴയ കാലത്തുള്ള എല്ലാ ഗ്രന്ഥങ്ങളിലും മൂസ നബി അലൈഹി ഇസ്ലാം മുതലായ എല്ലാവരും അത് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുള്ളതും ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജോലി അതാണ്, അത് ചെയ്യും എന്ന്. അങ്ങനെ സംസ്കരിക്കുന്ന, ജനങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്ന ആ പ്രവൃത്തി നിന്നു പോകാൻ പാടില്ല. അത് ഖിയാം വരെ ഈ ഉമ്മത്തിൽ ഉണ്ടാവണം. അതിന്റെ ആളുകൾ അത് ചെയ്തുകൊണ്ട് നിൽക്കും. അതാണ് മഹാന്മാരായ മശായിഖുകൾ ചെയ്യുന്ന പ്രവൃത്തി. ആ മഹത്തുക്കൾ
അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ടിട്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയാണത്. അതാണ് ഖുത്ബുൽ അഖ്താർ തങ്ങളും മറ്റും പറഞ്ഞില്ലേ. എന്ത് പറഞ്ഞു? കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽപ്പകം പറഞ്ഞില്ലേ. ഒരു കുപ്പിന്റെ അകത്തുള്ള സാധനം പോലെ ഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്ക് കാണാൻ കഴിയും. അതിന്റെ മാലിന്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയാൽ ശുദ്ധീകരിക്കുന്നു. ആ പറഞ്ഞതിനാണ് ആത്മശുദ്ധീകരണം നടത്തുക. ഈ പ്രവൃത്തി ഒഴിച്ചുകൂടാത്തല്ലേ? അത് ഒഴിച്ചുകൂടാതെ വേണ്ടെങ്കിൽ പിന്നെ യുദ്ധീഹിന്നുള്ള റസൂൽ കൊണ്ടുവന്നേ ആ കാര്യം നഷ്ടപ്പെട്ടു പോയി എന്ന് പറയണ്ടേ? ആ നിലക്കുള്ള മഹത്തുക്കൾ, ഔലിയാക്കൾ, ആരിഫ്യങ്ങൾ, മഹാന്മാരായ മശായിഖുകൾ അവർ നിലവിൽ ഉണ്ടെന്ന് അവർ സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്നതോ? നീ സമ്മതിക്കുന്നോ? ഇല്ലേ? അത് അല്ലാഹ് നമുക്ക് ഈ മഹത്തുക്കൾ വേണ്ടേ? പിന്നെ എന്ത് കൊട്ടാവിയത്താണ്ട ഈ പറയുന്നത്? എന്താണ് എന്റെ കൊട്ടാവിക്ക് മയങ്ങണം? വലിയ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് സുഹൂദിയിൽ നിന്നും പണം കിട്ടി മതിയെന്ന സുഹൂദിയിൽ കുറെ ഹംസകളുണ്ടെന്ന് എന്റെ ഞാൻ അതല്ലേ ഇത് ചെയ്യുന്നത്? എന്താ നേർച്ചക്ക് എന്താ തെറ്റ്? ഇന്നാപ്പം നേർച്ച കൊല്ലം മദീനായിൽ നേർച്ച കഴിയുന്നില്ലേ? ആരാണ് അതിനെ ആക്ഷേപിക്കുന്നതോ? മദീനായിന്റെ ഹജ്ജിന്റെ സമയത്ത് പരിശുദ്ധ മക്കായിൽ പോകുന്ന എല്ലാവരും, ആ പോകുന്നവരൊക്കെ മദീനായിൽ പോകുന്ന നേർച്ചയിലാണ്. അതെന്താ ഇതിന് വേറെയാണ്? നേർച്ചാണല്ലേ? ഹജ്ജാണത്. റൗള ഷരീഫ് അതാ എന്താ ആരും പൊളിക്കാത്തത്? ഔലിയാക്കളെ മക്കാമുകൾ പൊളിക്കണമെങ്കിൽ ഞാൻ പിന്നെ ആദ്യം പൊളിക്കേണ്ടത് റൗള ഷരീഫിനില്ലേ? ആരാ പൊളിക്കാത്തത്? എന്റെ പാപ്പാരൊക്കെ ഉണ്ടല്ലോ അവിടെ, ഓർക്ക് എന്താ പൊളിച്ചൂടെ? ഈ നിരക്കിന്റെ എന്താണ് പറഞ്ഞ് മനസ്സിലാക്കിയാൽ എവിടെയാണ്ടോ ഈ കൊട്ടാരത്ത് ഉണ്ടാകുന്നത്? ഈ പണ്ടാരം പിന്നെ എവിടെ ബാക്കിയുണ്ടാകുന്നത്? ഞാൻ ഈ പറഞ്ഞ ഉസൂലുകളാണ്. ആ ഉസൂലിനെ വിശദമായ തരത്തിൽ നോക്കി കണ്ട ഹാസ്യം കുറിച്ചുപോയി അതിനെ കൊണ്ടുപോകുമ്പോൾ ഒരു കാര്യമില്ലടോ, വെറുതെയാണത്. ഖുർആനും സുന്നത്തും തന്നെ പറയണം, എന്നാലേ ആ കാര്യം ശരിയാവും. ആശ്ചര്യപ്പെടുന്നത് ഇവിടുന്നിപ്പോ തെരീക്കത്ത് എന്താണെന്നൊന്ന് വിവരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഈ ഓദ്യതൊക്കെ എന്താ തെരീക്കത്തല്ലോ? അത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഫാത്തിഹയുടേത്. അതിലെന്താ പറഞ്ഞത്? നീ നിഅമത്ത് ചെയ്ത എന്റെ മഹത്തുക്കൾ, ആ മഹത്തുക്കളെ പിൻപറ്റി അവർ നടന്ന വഴിക്ക് അവിടെ സിറാത്ത് തെരീക്കത്ത് ഒന്നല്ലേ മേന? അവരെ സിറാത്തിൽ നടക്കാൻ, അവരെ തെരീക്കത്തിൽ നടക്കാൻ വ്യത്യാസം എന്താ? എന്താ വ്യത്യാസം? ഫാത്തിഹയുടേത് സൂറത്തുൻ നിസായിലെ കൂടുതൽ അതിനെ വ്യാഖ്യാനിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യാഖ്യാനിച്ച് ഔലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. അവരോട് മുറാഫഖത്ത് ചെയ്യണമെന്ന് കൂടി പറഞ്ഞു നിസായിൽ. സ്വാലിഹീങ്ങൾ അവരോട് മുറാഫഖത്ത് ചെയ്യും, അവരെ പിടികൂടി അവരെ തുടർന്ന്. ഫാത്തിഹയെ പറഞ്ഞതിന്റെ ബയാനാണത്. അവിടെ നീ നിഅമത്ത് ചെയ്ത് തന്റെ അനുഗ്രഹത്തിന്റെ പാത്രീഭൂതരായ മഹത്തുക്കൾ, ആ മഹത്തുക്കളുടെ തെരീക്കത്ത് അവർ വന്ന മാർഗം, അതിൽ നിന്റെ മനസ്സിലായിക്കൂടെ ഓരോരുത്തർക്കും ഓരോരോ മാർഗം ഉണ്ടാകുന്നു. അല്ലാഹുവിന്റെ മുൻഅമീകൾ മഹാന്മാർ, ആ മഹാന്മാരുടെ ഉപദേശങ്ങളും മാർഗങ്ങളും എല്ലാം ഒന്നാണെങ്കിൽ പിന്നെ പറയൂ. അവൻ നിഅമത്ത് ചെയ്ത മഹത്തുക്കൾ, ആ മഹത്തുക്കളുടെ തെരീക്കത്ത് അല്ലെങ്കിൽ അവരുടെ മാർഗം. അവർ ചെയ്യുന്നത് എന്താണ്? ആ മഹാന്മാർ ഒട്ടാകെ ചെയ്യുന്നത് എന്താണ്? തസ്കിയത്ത്. തസ്കിയത്ത് ഇസ്ലാമിന്റെ ജുദു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് സമർപ്പിച്ച ജുദുവിന്റെ തസ്കിയത്ത് എന്നത് തസ്ഫിയത്ത്. അത് രണ്ടും ഒറ്റ പദത്തിന് ഒറ്റ അർത്ഥാണ്. തസ്ഫിയത്ത് തസ്കിയത്ത് എന്താ? ഒരു വ്യത്യാസമില്ല. തസ്ഫിയത്ത് എന്നും തസവ്വുഫ് എന്നും തസ്കിയത്ത് എന്നും ഒറ്റ അർത്ഥമാണതിന്. ഖുർആന്റെ ഭാഷ തസ്കിയത്ത് എന്നാണ്. സാലിഹീങ്ങൾ സൂഫിയാക്കളുടെ ഭാഷ തസവ്വുഫ് എന്നാണ്. എന്താ അർത്ഥത്തിൽ യാതൊരു വ്യത്യാസമില്ല, ഒന്നല്ലേ.
അത് ഖിയാം വരെ ഉള്ള ആ തസ്ബിയത്ത് അല്ലെങ്കിൽ തസ്ബിയത്ത് ചെയ്യുന്ന മുതക്കികളായ മഹാന്മാർ, ആ മഹാന്മാരുടെ കൈവശത്തിൽ തസ്കിയത്ത് എന്ന പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്തുകൊണ്ട് പോകും. അവരെ പിന്തുടരുക എന്ന് പറഞ്ഞാൽ, അവരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ തെരിയക്കത്തുവായാലോ തനിച്ച ബുദ്ധിത്വം. അവരെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അവരെ സ്നേഹിച്ച് അവരെ കൂടെ കൂടുക എന്ന് പറഞ്ഞാൽ അവർ ഉപദേശങ്ങൾ സ്വീകരിക്കലേ, ആ സ്വീകരിക്കൽ തെരിയക്കത്തായി. ഇത് വേണ്ടാണ്. പക്ഷെ എന്തെങ്കിലും ചെയ്യരുത്. എന്റെ കണ്ണെപ്പോഴും ലോഹിൽ അതെന്നോ ഇവിടെ കുത്തുവില്ലത്താബ്ദങ്ങൾ പറഞ്ഞില്ലേ, അതെന്താണ് ആ പറഞ്ഞതിന് അർത്ഥം? ഇതിന്റെ അർത്ഥം എന്താണ്? അത് ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സ്വന്തം അവന്റെ ഭാവി, അവന്റെ പ്രകൃതി, അവന്റെ അഹലാക്കുകള്, അതിനെ സംബന്ധിച്ചുള്ള ഉസൂലുകൾ, ആ ഉസൂലുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനത് നോക്കി അതിനനുസരിച്ച പരിഹാരങ്ങൾ സ്വീകരിക്കുന്നു ആണ് പറഞ്ഞത്. അതിന്റെ പരിഹാരം പല മാർഗത്തിൽ അവർ സ്വീകരിക്കും. മഹാന്മാരായ ആരിഫ്യങ്ങൾ പല മാർഗത്തിൽ അവർ മുഹിദ്ദീന്മാരെ പറഞ്ഞു കണ്ടില്ലേ, ഉണർച്ചയിൽ ഉണ്ടാവാൻ പോകുന്ന ദോഷത്തെ ഉറക്കിൽ കിനാവാക്കി കാട്ടിക്കളഞ്ഞവർ. എന്താ പറഞ്ഞ്? അതായത് അവരെ ഹക്കില് അവര് ജിന ചെയ്യും എന്ന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അത് ഉണർച്ചയിൽ ആണെങ്കിൽ വമ്പിച്ച തെറ്റ്. അതെന്ത് ചെയ്യുന്നേ? ആ എഴുത്ത് മാറ്റം ഇല്ലാത്ത എഴുത്ത് ആണെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നത്? മനാമിൽ ഒരു ജിന സംഭവിക്കും. എന്നാലും മാറ്റമില്ലാത്ത എഴുത്താണെങ്കിൽ അങ്ങനെ സംഭവിക്കും. മനുഷ്യന്റെ ഭാവി, ആ ഭാവി എപ്പോഴും മർക്കൂമാണ്, എഴുതപ്പെട്ടതാണ്, അവനിൽ തന്നെ എഴുതപ്പെട്ടതാണ്. അത് വായിക്കാൻ കിട്ടുന്നവർക്ക് വായിക്കാൻ കിട്ടും. അത് ബുഖാരിന്റെ ഹദീസിൽ തന്നെ ഉണ്ടത്. അതായത് 120-ാമത്തെ ദിവസം മുത്തഫത്ത് റഹാബിൽ 120 ദിവസം കഴിഞ്ഞാൽ മലായിക, അതിന്റെ മുവക്കരീങ്ങളായ മലായിക അവരെന്ത് ചെയ്യുന്നേ? അള്ളാഹുവിനോട് ചോദിക്കുന്നു, ഇവനെ സംബന്ധിച്ച് സഖിയോ സഈദോ ഇവൻ രാജ്യത്ത് മറ്റേതെന്നും മുഴുവൻ രേഖപ്പെടുത്തി. എവിടെയാ രേഖപ്പെടുത്തുന്നത്? എവിടെയോ ഉണ്ട് എന്നുള്ളത് തീർച്ചയല്ലേ? അള്ളാഹു എഴുതി വെച്ചെങ്കിലേ അറിയുള്ളൂ. ആരും നോക്കും. ബുഖാരിന്റെ ഹദീസിന്റെ അത് രേഖപ്പെടുത്തും എന്ന്. അതെന്തും രേഖപ്പെടുത്തുന്ന ആരോഗ്യം നോക്ക്. രേഖപ്പെടുത്തുന്ന അള്ളാഹ്ക്ക് വായിക്കാനാ? അള്ളാഹ്ക്ക് മറന്നുപോകും, അതുകൊണ്ട് എഴുതി വെക്കുക അല്ല. അത് വായിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ ഉണ്ട്, അതുകൊണ്ടാണ് എഴുതി വെക്കുന്നതെന്ന് മനസ്സിലായിക്കൂടെ? അത് അള്ളാഹുവിന്റെ മഹ്ബൂബികൾ, മുഖറബീങ്ങളായ മുസക്കീങ്ങളായ മഹാന്മാരായ വലിയാക്കൾ ആരിഫ്യങ്ങളാണ്, മുറബീങ്ങളായ മശായിഖീങ്ങൾ ആണ്. ആ വിഭാഗം ഖിയാമം വരെ കൂടാതെ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ തെസ്കീത്തങ്ങ് പോലേ, റസൂല് കൊണ്ടുവന്ന ആ ഭാഗം നഷ്ടപ്പെട്ടു പോലേ. ആകെ കാര്യമായിട്ടുള്ളത് അതല്ലേ? അത് പരിശുദ്ധ ഖുർആനിലെ ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും ആ സംഗതി ഉണർത്തിച്ചിട്ടും ഉണ്ട്. സൂറ ഫാത്തിഹ ദിവസേന എത്ര പ്രാവശ്യം ഒന്ന് അവിടെയൊക്കെ സിറാത്തല്ലദീനാൻ അൻതരീഹിം എന്ന് പറയും. അതൊക്കെ തെരീഖത്തല്ലേ അത്? ആ നിലക്കുള്ള മുൻഅമീങ്ങളായ മഹത്തുക്കൾ, മശായിഖുകൾ അവരെ തുടരണമെന്നും അവരെ കൂടെ ചേരണമെന്നും അവരെ നടന്ന മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും എന്നല്ലേ ആ പറഞ്ഞ വാക്കിനർത്ഥം? വേറെ വല്ല അർത്ഥമാണത്? فوائدكم مقضية غير أنني أريدكم تمشوا الطريق الحميدة يكتب الأخطاب തങ്ങൾ പറഞ്ഞു കണ്ടില്ലേ? ഷർത്ത് എന്താണ്? തംശു തരീഖൽ ഹമീദത്തി. ആ നിലക്കുള്ള വലിയ വലിയ ആരിഫ്യങ്ങള്, മശായിഖ്യങ്ങള് അവര് കൽപ്പന, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് തന്നെയാണ് ചെയ്യുന്നതൊക്കെ. അന്ന് മഹ്മൂരികളാണ് വരിക. കൽപ്പന ഇല്ലാണ്ട് ഒരു കാര്യം അവർ ചെയ്യുന്നില്ല. അതൊക്കെ ദീന്റെ അടിത്തറയാണത്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ദീന്റെ അസ്തിവാരവും അടിത്തറയും ആണ്. ആ കാര്യങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് സുന്നത്യമായത്തും അന്നലക്ക് തന്നെ നിൽക്കുന്നത്. സുന്നത്യമായത്താണ് യഥാർത്ഥത്തിൽ അതൊക്കെ. അത് ചോദ്യം ചെയ്യാൻ ഒരു ഉമ്മ പെറ്റ മകന് സാധ്യമാവില്ല. എന്താണ് ശരിക്കും ആലോചിച്ചോ, ആ നിലക്ക് ചിന്തിച്ചോ എന്ന് മനസ്സിലാക്കിക്കോ. പക്ഷേ കിതാബ് നോക്കിയാലൊന്നും അത് എളുപ്പത്തിൽ മനസ്സിലാകും. നല്ല ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ ആഴ്ചക്ക് ഒരു പ്രാവശ്യം ഞാൻ ക്ലാസ് എടുത്തു തരാം. ഖുർആൻ തന്നെ, വെറും ഖുർആൻ. എന്നാൽ അത് മനസ്സിലാവുമ്പോൾ അതിനൊരുക്കുണ്ടെങ്കിൽ ആളെ സെലക്ട് ചെയ്തു. ഈ നിലക്ക് പൊതുവെ അത് പറഞ്ഞാൽ ശരിയാവില്ല. ഇൻഷാ അല്ലാഹ്.